ഹായ് ഫ്രണ്ട്സ്, സൂര്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ അതിൽ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാരൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പ്രൈസ് എങ്ങനെയാണ് എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ വീഡിയോ കണ്ടത് മാത്രമേ ഉള്ളൂ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ലൈക്ക് അമർത്തിയിട്ടില്ല. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലായിട്ട് വന്നിരുന്ന മെസ്സേജുകളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പർച്ചേസ് ചെയ്തത് ഓൺലൈനിൽ നിന്നാണ്. നമുക്കിവിടെ UAE വീക്കെൻഡുകളിൽ നമുക്ക് എല്ലാ സൈറ്റുകളിലും തന്നെ ഓഫറുകൾ കാണും. ഏകദേശം എനിക്കറിയാവുന്ന കുറച്ച് സൈറ്റുകളിലൊക്കെ ഓഫറുണ്ട്. ആ സൈറ്റുകളിൽ നിന്നാണ് ഞാൻ മേടിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ മേടിച്ചതാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇതിൽ കൂടുതലാണ്. പക്ഷേ ഇത് വീക്കെൻഡിൽ മേടിച്ചത് കൊണ്ട് എനിക്ക് 10 ദിർഹംസിന് കിട്ടി. ഞാൻ വിചാരിച്ചിരുന്നത് ഏകദേശം എല്ലാ ആൾക്കാർക്കും ഇതിനെപ്പറ്റി, ഈ ഒരു ഡിവൈസിനെ പറ്റി ഒരു ധാരണ ഉണ്ടെന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്നലെ ഈ വീഡിയോ ചെയ്ത ശേഷം എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയാവൂ. ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനൊരു വീഡിയോ ചെയ്തപ്പം അവർക്ക് ഉപകാരപ്രദമായി എന്ന് ഉള്ളത് എനിക്ക് ഇന്നലെ മനസ്സിലായി ഈ വീഡിയോയിൽ കൂടി. എനിക്കിത് വളരെ ഉപകാരമായിട്ട് തോന്നി. നാട്ടിലായിരിക്കുമ്പോഴേക്കും എനിക്ക് എൻ്റെ ചെവിയിലൊക്കെ മുന്നേ തന്നെ ഈ ചെറിയ ചെറിയ പ്രാണികളും ഇതൊക്കെ കയറാറുണ്ടായിരുന്നു. ഉറക്കത്തിൽ ചെറിയ ചെല്ലി അങ്ങനെയുള്ള സാധനങ്ങൾ. അതൊക്കെ ഞാൻ ഓർക്കുമ്പോഴേക്കും എനിക്കിപ്പം ഈ ഒരു ഉപകരണം അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് തന്നെ അത് നോക്കി കണ്ടുപിടിക്കുക, എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു എന്നൊരു ഇത് തോന്നുന്നുണ്ട്. വളരെ ഉപകാരമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. നിങ്ങളുടെ കമൻറ്റും കൂടി അയക്കണേ എല്ലാവരും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട ഈ ഡിവൈസിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ബഡ്സ്, ഈ ബഡ്സ് യൂസ് ചെയ്യാണ്ട് ആരും ഈ ഡിവൈസ് നമ്മുടെ ചെവിക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് ഇടാൻ പാടുള്ളതല്ല. അതായത് ഈ ഡിവൈസിൻ്റെ ഇവിടെ നല്ല ചെറിയ രീതിക്കൊരു ഇയറിലെ സ്കിൻ എന്ന് പറയുമ്പോഴേക്കും വളരെ സോഫ്റ്റാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ബഡ്സ് യൂസ് ചെയ്യാണ്ട് ആരും തന്നെ ഈ ഡിവൈസ് ചെവിക്കുള്ളിലേക്ക് വെക്കാൻ പാടുള്ളതല്ല. നമുക്ക് ഇതുപോലെ ബഡ്സ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഈ ബഡ്സ് എടുത്ത് ഈ നിബിലേക്ക് നമ്മൾ വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതാണ് ബഡ്സ്. ഈ ബഡ്സ് നമ്മളതേ ഇതിൻ്റെ ഉള്ളിലേക്ക്, നല്ല സോഫ്റ്റ് ബഡ്സ് ആണ്, വെക്കാനൊന്നും വലിയ രീതിക്ക് പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് തള്ളി കൊടുത്താൽ മാത്രം മതി. ബഡ്സ് ആയിട്ടുണ്ട്. ഇത് റിമൂവ് ചെയ്യാനാണെങ്കിലും വളരെ സിമ്പിളാണ്. ഈ വീഡിയോയിൽ കൂടി ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ പ്രൈസും എവിടെ നിന്നാണ് ലഭ്യം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചെയ്യുകയോ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയോ ചെയ്താലും മതി. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.